ബംഗളൂരുവിലെ ഓഫീസിലും റെയ്ഡ് നടന്നിരിക്കുന്നു. ബംഗളൂരുവിലെ ഏത് ഓഫീസിലെന്ന് അറിയേണ്ടത്. എക്സാലോജിക്കിന് ഇപ്പോൾ ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ്. എക്സാലോജിക്കിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. അവിടെയും റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 10 ഇടത്ത് കേരളത്തിൽ മാത്രമല്ല ബംഗളൂരുവിലും വീണ വിജയന്റെ കമ്പനിയിൽ റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ്. കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ കെട്ടിടത്തിൽ റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ വന്നിരിക്കുന്ന ആരോപണത്തിൽ അടുത്തത് വ്യാജ ചെലവുകളാണ്. CMRL കമ്പനി വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി ഏകദേശം 132.82 കോടിയോളം രൂപയുടെ വലിയ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന ആദായ നികുതി വകുപ്പ് ഇൻകം ടാക്സ് കണ്ടെത്തിയിരുന്നു. ശരണിലേക്ക്. ശരൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്നുള്ളത് റെയ്ഡ് ഇന്ന് മാത്രമല്ല നാളെയും തുടരുമെന്നുള്ളതാണ്. റെയ്ഡ് നടക്കുന്ന 10 ഇടങ്ങളിൽ ബംഗളൂരുവിലെ എക്സാലോജിക്കിന്റെ ഓഫീസുമുണ്ട് എന്നാണ് അറിയാനാകുന്നത്. ഇപ്പോൾ എക്സാലോജിക് ഓഫീസ് പ്രവർത്തിക്കുന്നില്ല, കമ്പനി അടച്ചുപൂട്ടി എന്നാണല്ലോ വാദം. അവിടെയും റെയ്ഡ് നടക്കുന്നുവെന്നാണോ? സ്മൃതി, തീർച്ചയായിട്ടും. അതായത് ഇതിൽ കേരളത്തിൽ മാത്രമാണ് 10 ഇടങ്ങളിൽ റെയ്ഡ് എന്നുള്ളതാണ് ED പറയുന്നത്. അതിനപ്പുറം പുറത്തും റെയ്ഡുകൾ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത് ബംഗളൂരുവിലെ ഓഫീസിലാണ്, എക്സാലോജിക്കിന്റെ ഓഫീസിലാണ്. അത് അടച്ചുപൂട്ടിയതാണ് എന്നുള്ള വിവരമാണ് നേരത്തെ പങ്കുവച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ED പറയുന്നത് അവിടെ അടക്കമുള്ള 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും ഈ എക്സാലോജിക്കിലെ ഓഫീസിലുള്ള റെയ്ഡ് അത് പ്രധാനപ്പെട്ടതാണ്. അവിടെ നിന്ന് എന്തെങ്കിലും EDക്ക് ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. എന്തായാലും സ്മൃതി സൂചിപ്പിച്ചത് പോലെ തന്നെ ഇതിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇത് എക്സാലോജിക്ക് CMRL സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാനമായും പരിശോധിച്ചെങ്കിൽ പോലും ED പറഞ്ഞിരുന്നത് മറ്റ് സാമ്പത്തിക ഇടപാടുകൾ കൂടി അന്വേഷണ പരിധിയിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. ഈ CMRL കരിമണൽ കമ്പനിയായ CMRL നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കാണ് ഇത്തരത്തിൽ പണം നൽകുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡയറി അടക്കം പുറത്തു വന്നത് നേരത്തെ വിവാദമാവുകയും ചെയ്തിരുന്നതാണ്. അതിൽ ചില പേരുകൾ പരാമർശിക്കപ്പെട്ടിരുന്നതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാണ് എന്നുള്ളത് കൂടിയാണ് ED അറിയിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല, മുഴുവൻ ആളുകൾക്കും ഈ കരിമണൽ കമ്പനിയായ CMRL മുഴുവൻ ആളുകൾക്കും നൽകിയ പണം സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ള കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ എത്ര ഇടങ്ങളിലാണ് റെയ്ഡുകൾ നടക്കുന്നതെന്നുള്ളത് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ED പറയുന്നത് 12 ഇടങ്ങളിലാണ്. ബംഗളൂരുവിലെ എക്സാലോജിക്കിന്റെ ഓഫീസിൽ അടക്കമാണ് റെയ്ഡ് നടന്നതെന്നുള്ളതാണ്. എന്തായാലും ബംഗളൂരു യൂണിറ്റിന്റെ സഹായത്തോടു കൂടിയാണ് അവിടെയും അന്വേഷണം തുടരുന്നത്. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, കേരളത്തിലെ യൂണിറ്റുകൾ മാത്രമല്ല, EDക്ക് കേരളത്തിൽ 2 യൂണിറ്റുകളാണുള്ളത്. ഒന്ന് കൊച്ചിയിലും കോഴിക്കോടും. ഈ കോഴിക്കോടും കൊച്ചിയിലുമുള്ള യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആണ് റെയ്ഡ് നടക്കുന്നത്. ഇതിന് പുറമെ തന്നെ പുറത്തുള്ളത് ബംഗളൂരു അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവരുടെ കൂടി സാന്നിധ്യത്തിലാണ് റെയ്ഡ് നടക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12 ഇടങ്ങൾ കൃത്യമായി കിട്ടേണ്ടതുണ്ട് ശരൺ. 12 ഇടത്ത് റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ബംഗളൂരുവിൽ റെയ്ഡ് നടക്കുന്നു, എക്സാലോജിക്കിന്റെ അടച്ചിട്ട ഓഫീസിൽ റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ റെയ്ഡ് വിവരം അറിയിച്ചിട്ടുണ്ടാകാം വീണ വിജയനെ, അല്ലേ? എക്സാലോജിക് ഉടമയായ വീണ വിജയനെ ആ റെയ്ഡ് വിവരം അറിയിച്ചിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ ആ ഓഫീസ് പ്രവർത്തിക്കുന്നില്ല, തനിക്കിപ്പോൾ ആ കമ്പനി ഇല്ല എന്നുള്ളതാണ് വാദം. പക്ഷേ ആ ഓഫീസിൽ റെയ്ഡ് നടക്കുമ്പോൾ ഉറപ്പായിട്ടും അത് നേരത്തെ അറിയിച്ചിട്ടുള്ള പരിശോധനയാകും. സ്മൃതി, അത് ഏത് രീതിയിലുള്ള നീക്കമാണ് EDയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. EDയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിൽ എക്സാലോജിക്കിന്റെ ബംഗളൂരുവിലെ ഓഫീസിൽ റെയ്ഡുകൾ നടത്തുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ വീണ വിജയനെ അറിയിച്ചിട്ടാണോ? സാധാരണഗതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലൊരു റെയ്ഡ് നടത്തുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഒന്നും തന്നെ അറിയിക്കാറില്ല. ആ റെയ്ഡുകളിലേക്ക് കടന്ന ശേഷം, അതായത് എവിടെയാണെന്നുള്ളത് കൃത്യമായി സ്പോട്ട് ചെയ്ത ശേഷം, മനസ്സിലാക്കിയ ശേഷം ആ സ്ഥലത്ത് റെയ്ഡുകൾ നടത്തും. ഇന്ന് പോലീസിന്റെ പോലും സഹായം തേടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. സാധാരണ നമുക്കറിയാം, പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ നേരത്തെ പലപ്പോഴും EDയുടെ റെയ്ഡ് പോലീസിനെ അറിയിച്ചപ്പോൾ അത് ചോരുന്നുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് ED ആസ്ഥാനത്ത് കൈമാറുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അതീവ രഹസ്യമായിട്ടുള്ള ഒരു റെയ്ഡിലേക്കാണ് ഇന്ന് കടന്നിരുന്നത്. അതിൽ തന്നെ CISFന്റെ സാന്നിധ്യമുണ്ട്. അതായത് അവരുടെ കൂടി സഹായത്തോടു കൂടിയുള്ള വലിയ പരിശോധനകളിലേക്കാണ് കടന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 12 ഇടങ്ങളിൽ റെയ്ഡുകൾ തുടരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട റെയ്ഡാണ്. കാരണം ഈ റെയ്ഡുകൾ പൂർത്തിയാവുന്ന മുറയ്ക്ക് ചോദ്യം ചെയ്യലിലേക്ക് ED കടക്കുമെന്നുള്ളതാണ്. ഇതിനകം തന്നെ ED SFIയുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച രേഖകളുണ്ട്. നമുക്കറിയാം, നേരത്തെ SFI ആണ് ഈ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. SFIയുടെ കുറ്റപത്രം കോടതികൾ സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിന് മുൻപായിട്ട് ROC അന്വേഷണം ഉണ്ടായിരുന്നു. അങ്ങനെ ROC അന്വേഷണത്തിൽ അടക്കം കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചാണ് പിന്നീട്
കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇത്തരത്തിൽ ഒരു ഇതിലേക്ക് അതായത് SFIO അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ SFIO അന്വേഷണം നടത്തിക്കൊണ്ട് അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനിടയിൽ കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർ കണ്ടെത്തിയ കാര്യങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൽ നീങ്ങുകയും ചെയ്തിരുന്നത്. അതായത് SFIOയിലെ 2 വകുപ്പുകൾ അവർ ചുമത്തിയിരിക്കുന്ന 2 വകുപ്പുകൾ PMLA പ്രകാരം അന്വേഷിക്കാൻ ഉതകുന്നതാണ് എന്നുള്ളൊരു കണ്ടെത്തലിലേക്കാണ് ED എത്തിയിരുന്നത്. ആ ഒരു നിയമോപദേശമാണ് EDക്ക് ലഭിച്ചിരുന്നത്. അങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ തുടർച്ചയായിട്ട് ECIR രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിൽ നീങ്ങുകയും ചെയ്തത്. പരിശോധനയിലേക്ക് കടന്നു എന്ന്